കോഴിക്കോട് വാണിമേൽ പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെട്ടതിൽ പരസ്യ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ. പ്രാദേശിക എതിർപ്പ് മറികടന്ന് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് തിരിച്ചടിയായെന്ന ആരോപണം. CK സുബൈർ അടക്കമുള്ള നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടിരുന്നു. 20 വർഷമായി UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഒരു വാർഡിന്റെ വ്യത്യാസത്തിലാണ് നഷ്ടമായത്. VS രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. VS രഞ്ജിത്ത് 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇടത് വാണിമേൽ പഞ്ചായത്തിൽ എത്തുന്നത്. ഇതിപ്പോൾ ആ ഒരു ഭരണനഷ്ടത്തിന് കാരണമായിട്ടുള്ള വിലയിരുത്തൽ എന്താണ്? മുസ്ലിം ലീഗിൽ ഇതൊരു വലിയ പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ശ്രുതി, വാണിമേൽ പഞ്ചായത്തിന്റെ ഭരണം UDFന് നഷ്ടപ്പെടുന്നത് ഒരു ഡിവിഷന്റെ വ്യത്യാസത്തിൽ, ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. 14ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി ജയിച്ചു കയറുന്നത് ഒറ്റ വോട്ടിനാണ്. ആ ഒറ്റ ഡിവിഷന്റെ വ്യത്യാസത്തിലാണ് വാണിമേൽ പഞ്ചായത്ത് UDFന് നഷ്ടമാവുന്നത്. അത് ആ 14ാം ഡിവിഷനിൽ നടത്തിയ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അതായത് നേതാക്കൾ ഇടപെട്ട് പ്രാദേശികമായിട്ടുള്ള വികാരങ്ങളെ അടിച്ചമർത്തി, പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഏകപക്ഷീയമായ തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇന്നലെ വൈകിട്ട് വാണിമേൽ പഞ്ചായത്തിൽ വലിയ പ്രകടനം യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തുകയും നേതൃത്വത്തിൽ ഉള്ള യൂദാസുമാരെ പുറത്താക്കുക എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പരസ്യമായി നേതൃത്വത്തിനെതിരെ വാണിമേൽ പഞ്ചായത്തിൽ രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു. ആ പരസ്യ പ്രതിഷേധത്തിൽ CK സുബൈർ ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിന്റെയൊക്കെ മുതിർന്ന നേതാക്കന്മാരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വാണിമേൽ പഞ്ചായത്തിൽ വലിയ പ്രതിഷേധം നടന്നത്. 20 വർഷങ്ങൾക്കിപ്പുറമാണ് വാണിമേൽ പഞ്ചായത്ത് UDFന് നഷ്ടമാവുന്നത്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.